ശരിപ്പെട്ടോളൂ. ഒരു മിനിറ്റ്, എന്തായാലും പോവല്ലേ, നമ്മൾ ഔചാരിതമായിട്ട് കണ്ടുമുട്ടി. അപ്പോ ഒരു സെൽഫി എടുത്ത് അങ്ങ് പിരിയാം. അയ്യോ, അതൊന്നും വേണ്ട. ഇദ്ദേഹം തിരിച്ചു വരാതിരിക്കാനായി ഒരുപാട് ശത്രുക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരാരെങ്കിലും അറിഞ്ഞ അത് അപകട. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ ചെല്ലുന്നവരെ ഫോട്ടോ ഒന്നും വേണ്ട. പിന്നെ നിങ്ങളെ ഓർത്തിരിക്കാൻ ഒരു ഫോട്ടോയുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ മുഖം ഞങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. അല്ല ശേഖരേട്ടാ? എങ്കിൽ പിന്നെ ഫോട്ടോ ഒന്നും വേണ്ട ദാസ്. അവര് സമാധാനമായിട്ട് പോട്ടെ. എന്നാ ശരി, അങ്ങനെ ആയിക്കോട്ടെ. എന്നാ പിന്നെ പോവാം. ശരി, ആയിക്കോട്ടെ. അപ്പോ രാധാമണി ഒന്ന് വിളിച്ചു നോക്കാം, അല്ലേ ആന്റി? വിളിക്ക് ഹർഷേ, പെട്ടെന്ന് വിളിക്കേ. അതെ, ആ ഫോണൊന്ന് സ്പീക്കറിലിട്. റിങ് ചെയ്യുന്നുണ്ട്. ഒന്ന് നിന്നേ, അവിടെ നിൽക്കേ. അതെ, എനിക്കൊരു ഫോൺ വരുന്നുണ്ട്, അവിടെ ഇരിക്കും. ഇത് വെച്ച. ഹലോ. കൃത്യസമയത്താ വിളിച്ചത്. ഇവിടത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അയാളെ യാത്രയാക്കാൻ വന്നവരുടെ അവസ്ഥ എന്താ? അവരൊക്കെ ഹാപ്പി ആയിരുന്നോ? അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാവരും ഹാപ്പിയായി. ആർക്കും ഒരു സംശയമില്ലല്ലോ അല്ലേ? ഇല്ലെന്നേ, ഞാനതൊക്കെ നന്നായി ഡീൽ ചെയ്തിട്ടുണ്ട്. ആർക്കും ഒരു സംശയമില്ല. നിങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ എല്ലാം ചെയ്യാൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചത്. അപ്പൊ ഇനി ഇറങ്ങല്ലേ? പിന്നെ പോകുന്ന വഴിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ഒന്ന് എഴുതി കൊടുക്കണം. അതാ ഒരു കടമ്പ. അല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നേരെ അങ്ങ് പോയാ പോരെ? അത് പോരെ, അത് റിസ്ക്. സ്റ്റേഷനിൽ കയറി എഴുതി വെച്ചിട്ട് പോയാൽ പിന്നെ ആര് പരാതിയായിട്ട് ചെന്നാലും പോലീസ് പിന്നാലെ വരില്ല. പോലീസ് കൺവിൻസ്ഡ് ആയ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അതെ, അതാ നല്ലത്. എന്തായാലും സ്റ്റേഷനിൽ കയറി എഴുതി കൊടുത്തിട്ട് പോകാം. ഇനി ആരും ഇതിന്റെ പിറകെ അന്വേഷണമായിട്ട് വരരുത്. അത് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. പിന്നെ ഇനി രാധ ഈ ഫോണിലേക്ക് വിളിക്കരുത്. നമ്മൾ തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് തെളിവ് കിടക്കരുത്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇന്ന് തന്നെ എന്റെ അക്കൗണ്ടിൽ പണം എത്തണം. എന്നാലേ കാര്യങ്ങൾ പറഞ്ഞ പോലെ നടക്കൂ. അതൊക്കെ കൃത്യമായിട്ട് നടന്നിരിക്കും. എങ്കിലൊക്കെ ബൈ, ഞങ്ങൾ ഇറങ്ങുക. ഓക്കെ. വാ, പോവാം. അല്ല, നീ അവിടെ നിന്നേ. അവൻ പോയില്ലേ ഹർഷേ? പിന്നെന്തിനാ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വന്നത്? ശേഖരന്റെ ഹോസ്പിറ്റൽ ബില്ല് ആരാ അടച്ചെന്ന് അറിയണ്ടേ ആന്റി? അത് രാധൻമണിക്ക് അടയ്ക്കേണ്ടി വന്നില്ലെന്നല്ലേ പറഞ്ഞത്? അതാരായിരിക്കും കൊടുത്തതെന്നാ ഹർഷയുടെ ഒരു തോന്നല്. നമുക്കത് അന്വേഷിച്ച് നോക്കാം. ആന്റി വാ വാ. സിസ്റ്റർ, റൂം നമ്പർ 19 നിന്ന് ഇപ്പൊ ഡിസ്ചാർജ് ആയില്ലേ ശേഖരൻ? അയാളുടെ ബില്ലടച്ചത് ആരാണെന്നൊന്ന് പറയാമോ? ബില്ലടച്ച ആളിന്റെ പേരിതിൽ കാണാനില്ല.
അഡ്മിറ്റ് ചെയ്ത ആളിന്റെ പേര് കാണും തോന്നുന്നു. ആ ആ ആ, ആ, എന്നാ അതൊന്ന് നോക്കി പറയാമോ? അവര് തന്നെയാണെന്ന് തോന്നുന്നു ബില്ലടച്ചത്. ആ സിസ്റ്ററെ, ആ പേരൊന്ന് നോക്കി പറയാമോ? നോക്കട്ടെ. ദേവദാസ്. അദ്ദേഹവും വേറൊരാളും കൂടി വന്നാണ് ഇവിടുത്തെ ബില്ലടച്ചത്. എന്താണ് മാഡം? ഏയ് ഒന്നുമില്ല, അതാരാണെന്ന് അറിയാൻ വേണ്ടിയാ. ഈ ദേവദാസിനെ ഞങ്ങൾക്ക് മനസ്സിലായി. ആ ശരി, ഓക്കേ, ഓക്കേ. ശരി. ആ. ഹർഷേ, അപ്പോ ദാസാറും മാഷൻ തന്നെ ആയിരിക്കും അല്ലേ? അതെ, അവർ തന്നെയായിരിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഇനി പോലീസ് സ്റ്റേഷനിൽ അവർ ശേഖരനെ കാത്തു നിൽക്കുമെന്ന് എന്റെ പേടി. അയ്യോ, അവരെന്തിനാ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്? ദേ, ശേഖരന്റെയും രാധാമണിയുടെയും കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരിവിടുന്ന് പോകാൻ ഇവര് സമ്മതിക്കുവോ? ഇല്ലല്ലോ. ആ, പിന്നെന്താ? എന്നാലും ഒരു ടെൻഷനാ. അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാതെ സ്ഥലം വിടുന്നതല്ലേ നല്ലത്? അത് നടക്കില്ല ആന്റി. സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാതെ പോയാൽ അവർ പിടിക്കപ്പെടും. ആന്റി, ആന്റിക്ക് ഇന്ന് ടെൻഷൻ വേണ്ട. രാധാമണിയുടെ ആക്ടിങ്ങിന് മുന്നിൽ പോലീസ് വീണിരിക്കും. ഉറപ്പാണല്ലോ. ഉറപ്പ്. എന്റെ ജീവിതം മുഴുവനും വെള്ളത്തിലാവോ? ആന്റി, ഹർഷയല്ലേ പറയുന്നേ? ആന്റി ഇങ്ങോട്ട് വന്നേ. വാ ആന്റി. ഹലോ, അതെ, തൃക്കോവിലോട്ടം പഞ്ചായത്തിലെ അവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അതിർത്തി തർക്കം എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോഴ് അവിടെ ചെന്നിട്ട് അവരെ രണ്ട് കൂട്ടരോടും സംസാരിക്കണം. ഇതാ, പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കുക. ആ, അപ്പം ശരി ശരി, ഓക്കെ. സർ, അവരെത്തിയിട്ടുണ്ട്. ആ ഹോസ്പിറ്റൽ കേസ്. ആ, വരാൻ പറ. സർ, ആ, ഹലോ. ആ, പിന്നെ വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ രണ്ടുപേരും ആ വണ്ടിയിലോട്ട് കയറി അങ്ങ് ചെല്ല്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ആയിക്കോട്ടെ. ഓക്കെ. ആ, ശരി ശരി, ഓക്കെ. നമസ്കാരം സർ. ആ, ഇരിക്കേ. വേണ്ട സർ, ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ട് വേഗം പോണം. എല്ലാവരും അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്യുക. എട്ടുന്നതിന് മുമ്പ് അവിടെ എത്തണം. ഓക്കെ. സ്ഥലം എവിടെയായിരുന്നു എന്നാ പറഞ്ഞേ? പാറശാല, തേങ്ങാപ്പട്ടണം എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. കേരളത്തിനും തമിഴ്നാടിനും ബോർഡറായിട്ട് വരും സാറേ. അതറിയാം. വർഷങ്ങൾക്ക് ശേഷം ഭർത്താവിനെ തിരിച്ചു കിട്ടിയപ്പോ സന്തോഷമാണല്ലേ?